കോട്ടയത്തേക്ക് പോകുന്ന യാത്രയിൽ കണ്ട മനോഹരമായൊരു വീടാണ് ട്ടോ ഇത്. അപ്പോൾ ഒത്തിരി യൂട്യൂബ് ചാനലുകളിലൊക്കെ ഈ ഒരു വീടിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായൊരു വീടാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കോട്ടയത്തേക്കല്ല, പത്തനംതിട്ട ജില്ലയിലെ കൊടുമണ്ണിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഈ യാത്ര എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെയധികം നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്നൊരു യാത്ര തന്നെയാണ് കേട്ടോ. കാരണം ഇന്ന് നമുക്ക് ഈ കാണുന്ന സൗകര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് എന്തുണ്ടോ അതെല്ലാത്തിൻ്റെയും തുടക്കം നമുക്ക് ഈ ഒരു കൊടുമണ്ണിൽ നിന്നായിരുന്നു കേട്ടോ. കാരണം എൻ്റെ അമ്മയ്ക്ക്, ഞാൻ പറഞ്ഞിട്ടില്ലേ, പ്ലാന്റേഷനിലാണ് എൻ്റെ അമ്മയ്ക്ക് ജോലി. അപ്പോൾ കാലടി പ്ലാന്റേഷനിലാണ് എൻ്റെ അമ്മയ്ക്ക് ജോലി. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ആദ്യമായിട്ട് ജോലി കിട്ടിയ ആദ്യത്തെ പോസ്റ്റിംഗ് വരുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഈ കൊടുമണ്ണ് എന്ന് പറഞ്ഞ എസ്റ്റേറ്റിലാണ്. അപ്പോൾ അവിടെ എൻ്റെ ഒരു 3 വയസ്സിലാണ് ഞങ്ങൾ അവിടേക്ക് എൻ്റെ അമ്മയ്ക്ക് ജോലി കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് അവിടേക്ക് പോകുന്നത്. പിന്നീട് ഒരു 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും ഇപ്പോൾ അവിടേക്ക് പോകുന്നത് കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അങ്ങോട്ട് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ അന്നൊന്നും നമുക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യം കൂടി ആയിരുന്നില്ല കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് വണ്ടിയുണ്ട്, നമുക്കെല്ലാം അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ആണ് ട്ടോ പോകുന്നത്. പിന്നെ ഒരു കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാനും എൻ്റെ ഇളയ അനിയനും കൂടിയിട്ടായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇന്നിപ്പോൾ അവൻ ഇവിടെ ഇല്ല, അവൻ പോളണ്ടിലാണ്. പക്ഷേ അന്ന് കൂടെ ഇല്ലാത്ത ഞങ്ങളുടെ ഏറ്റവും ഇളയ അനിയനാണ് കേട്ടോ അത് വണ്ടി ഓടിച്ച് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങളിത് കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. കോട്ടയം ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിനെ പറ്റിയൊക്കെ സത്യത്തിൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, അതിനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ വീഡിയോ എടുത്തേക്കാം. ഞാൻ എന്താണെന്നും എന്നെ പറ്റിയൊക്കെ സംസാരിച്ച് വരുന്ന ചില സമയങ്ങളിൽ നമ്മളെപ്പറ്റി കൂടുതൽ പറയാൻ ഇത്തരം വീഡിയോസിനെ കൊണ്ടും, അല്ലെങ്കിൽ നമ്മളുടെ സാഹചര്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക്, അല്ലെങ്കിൽ എന്നെ കാണുന്ന ഓരോ ആളുകൾക്കും ഞാൻ എന്താണെന്ന് അറിയണ്ടേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ, വീഡിയോ ഒന്നും അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പ്ലാന്റേഷൻ പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കൊടുമണ്ണിലത്തെ വഴികളും നമ്മുടെ ചുറ്റുപാട് കാര്യങ്ങളൊക്കെ. പിന്നെ പ്ലാന്റേഷനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അങ്ങോട്ട് ഉള്ളേരിയ പോലെയാണ്. പക്ഷേ കൊടുമണ്ണിലത്തേക്ക് നമ്മൾ വന്നപ്പോൾ ലുക്കൊക്കെ ഏകദേശം അതാണെങ്കിലും അത്യാവശ്യം നല്ല നല്ല എന്താ പറയുക വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ വരുന്നത് കൊടുമ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാന്റേഷൻ്റെ ഹോസ്പിറ്റലും ലുക്കിലൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ ഒരു മലേരിയ പോലെ കണ്ട ഈ ഒരു പോണ വഴിക്ക് ചുറ്റുമുള്ള ഈ മലയും കാടും റബ്ബറും ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ കാലടി പ്ലാന്റേഷനും നമുക്ക് ഈ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ തരുന്നത്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് അവിടെ ആയിരുന്നപ്പോൾ സ്കൂളും മറ്റ് സൗകര്യങ്ങളൊക്കെ നമുക്ക് അടുത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അമ്മ പിന്നെ നമുക്ക് ഇങ്ങടേക്ക് ട്രാൻസ്ഫർ വാങ്ങി. പിന്നെ ഞങ്ങളുടെ ആളുകളും ബന്ധുക്കളൊക്കെ ഇവിടെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പിന്നെ തിരിച്ച് കൊടുമണ്ണിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. പക്ഷേ കൊടുമണ്ണിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം ഒരിക്കൽ പോലും ഞങ്ങൾ കൊടുമണ്ണിലേക്ക് ഒന്ന് തിരിച്ച് കാണാനോ ഒന്നിനും നമ്മൾ പോയിട്ടില്ല. പിന്നെ ഈ യാത്രയ്ക്ക് മറ്റൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ അനിയൻ്റെ കല്യാണമാണ് മെയ് 1-ാം തീയതി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങൾക്കും കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കിടക്കുന്നത് എന്താ പറയുക കൊടുമണ്ണിലേക്കാണ് കേട്ടോ. അവിടെ ഒരു കുരിശുണ്ട്, ആ കുരിശിൻ്റെ താഴെ നിന്നാണ് കൊടുമണ്ണിലേക്ക് കയറുന്ന വഴി. പണ്ടത്തെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കഴിഞ്ഞപ്പോൾ 3-4 വയസ്സിലാണ് വന്നതെങ്കിലും പഴയ ഓർമ്മകൾ പലതും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. എൻ്റെ അങ്ങനെ മനസ്സിൽ കിടക്കുന്നൊരു ഓർമ്മയാണ് ഒരു റൗണ്ട് പോലത്തെ തിട്ടണ കെട്ടി അതിൻ്റെ മുകളിലുള്ളൊരു ചാമ്പമരം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഒരു കിണറുണ്ട്, കിണറും ഇതുപോലെ തിണ്ണയൊക്കെ കെട്ടിയിട്ട് അന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തതൊക്കെ ആയിട്ട് അവിടെ ഒരു 3-4 ചേച്ചിമാരുടെ കൂടെ കളിച്ചതും, അല്ലെങ്കിൽ അവിടുത്തെ കുറച്ച് ആളുകളെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന വീടുകളൊക്കെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് ഓരോ ആളുകളുടെ വീടുകളാണ്, അതാണ് ഇതാണെന്നൊക്കെ അവർ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അന്നത്തേനേക്കാളും ഒത്തിരി വികസനം ഇന്നിവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ വീടൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ചിലരെ മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ അന്നത്തേനേക്കാളും റോഡും മറ്റും എല്ലാ സൗകര്യങ്ങളെ കൊണ്ടും നമ്മളുടെ ഈ ഒരു സ്ഥലം വികസനം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അന്ന് അവിടെ നിന്ന് പോരുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞുള്ളൊരു അറിവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധനങ്ങളൊക്കെ കൊണ്ട് ഒരു വലിയ ലോറിയിലാണ് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് പോകുന്നത്.
അങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ കൊടുമണ്ണ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബോർഡ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് അത്രയും സന്തോഷം. കാരണം നമ്മുടെ ആ ഒരു കുഞ്ഞുനാളിലുള്ളൊരു ആ ഒരു മനസ്സിലുള്ളൊരു സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പിന്നീട് ഇത്ര നാളുകൾക്ക് ശേഷം നമുക്ക് അവിടെ എത്തിപ്പെടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. അത് എങ്ങനെ എനിക്കതിനെപ്പറ്റി പറഞ്ഞ് വിവരിച്ച് തരണ്ടേന്ന് എനിക്കറിയില്ല. കാരണം അത്രയും സന്തോഷം തോന്നുന്നൊരു നിമിഷവും കൂടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുത്തെ കുറച്ച് ആളുകളെ സംബന്ധിച്ചുള്ള നിമിഷങ്ങളായാലും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കണ്ണപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെക്കാളൊരു 3-4 വയസ്സിന് മേലെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇവിടുത്തെ സൊസൈറ്റിയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അമ്മ അത് പറഞ്ഞു തന്നു എന്താണെന്ന്, പക്ഷേ ഇത് കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ആളുകളെ പറ്റി പിന്നെ ഈ സൈഡിലൊക്കെ ക്വാർട്ടേഴ്സുകളുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് 2 ആൻറ്റിമാരുണ്ടായിരുന്നു, അമ്മയുടെ പോലെ തന്നെ ജോലിയുള്ള എസ്തർ ആൻറ്റി, ജയ ആൻറ്റി. ഇവരൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ ചോറ് വാരി തന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. അത് ഇരിക്കുന്ന ആ കെട്ടിടം കണ്ടോ, അവിടെയാണ് എൻ്റെ അമ്മയ്ക്ക് അവിടെയാണ് അമ്മ ജോലിക്ക് കയറിയത്. ഈ ഒരു ഗ്രൗണ്ടിനെ സംബന്ധിച്ച് അച്ഛൻ എന്നും വൈകിട്ട് ഇവിടെ ഗ്രൗണ്ടിൽ വന്ന് ഞങ്ങളിവിടെ താമസിക്കുമ്പോൾ ഫുട്ബോൾ കളിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ജനലൊക്കെ ഇങ്ങനെ തട്ടിപ്പൊളിച്ചതൊക്കെ ഫുട്ബോൾ വെച്ചിട്ടേ അതൊക്കെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാമ്പമരം എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ഈ ഒരു ചാമ്പമരവും ഇങ്ങനെ ഒരു തറയൊക്കെ കെട്ടി സംരക്ഷിച്ച് പോകുന്നൊരു ചാമ്പമരമാണ്. അപ്പോൾ കുഞ്ഞിൽ അവിടെ നിന്ന് പോന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞങ്ങൾ ഇതിൻ്റെ അവിടെ കീഴിൽ ഇരുന്നിട്ടാണ് നമ്മൾ പോകുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഓർമ്മ കേട്ടോ. ഇനി പോണത് ഞങ്ങൾ താമസിച്ച ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, ആ ക്വാർട്ടേഴ്സിൻ്റെ അവിടേക്കാണ് പോണത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ക്വാർട്ടേഴ്സ് വരുന്നത്. ഈ ഒരു സൈഡിലായിട്ടാണ് ക്വാർട്ടേഴ്സ്, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ക്വാർട്ടേഴ്സിൻ്റെ താഴെയായിട്ടാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണപ്പൻ എന്ന് പറഞ്ഞ ചേട്ടൻ, കണ്ണപ്പൻ ചേട്ടൻ്റെ കയ്യിൽ പാലൊക്കെ വൈകുന്നേരം എന്നും കൊണ്ടുപോയിരുന്നു. അപ്പോൾ അങ്ങനെ പാല് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് വീണ് വയറ്റിൽ കുപ്പിച്ചില് കൊണ്ട ഒരു ഓർമ്മയൊക്കെ അന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അവിടെ എന്തൊക്കെയോ പ്ലാന്റിങ് ഏരിയകളും പ്ലാന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് പൈനാപ്പിളിൻ്റെ തോട്ടമാണ് കേട്ടോ. അന്നാളിലൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ ഇതൊക്കെ റബ്ബർ മരങ്ങളൊക്കെ വെട്ടി മുറിച്ച് മാറ്റി ഇവിടെയൊക്കെ പൈനാപ്പിൾ നട്ടേക്കാണ്. ഇനിയിപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിച്ചു. ഇവിടെ നിന്ന് മുകളിലേക്കും നമ്മുടെ പ്ലാന്റേഷൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്, പക്ഷേ ഇവിടെ വെച്ച് യാത്ര അവസാനിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ഞങ്ങളുടെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത്. നമുക്ക് മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ക്വാർട്ടേഴ്സ് കാണാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേ അമ്മയും എൻ്റെ ഭർത്താവും കൊച്ചും പിന്നെ എൻ്റെ അച്ഛനും എൻ്റെ അനിയനും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ക്വാർട്ടേഴ്സിനെ ലക്ഷ്യമാക്കി നടക്കാം കേട്ടോ. ഇവിടത്തേക്ക് ഈ ഒരു പാൽപ്പര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തിക്കാണ് കേട്ടോ ഞാൻ ഇട്ടേക്കണ കണ്ടത്. നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല വൃത്തിയിൽ കിടക്കുന്ന പാൽപ്പരയായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, എന്തോ എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഫുൾ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ മുളക് കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ഈ ഒരു വീടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആന കുത്തിക്കളഞ്ഞ വീടില്ലേ, ആ വീടിനേക്കാളും ലുക്ക് വൈസിൽ വളരെ വ്യത്യാസം വരുന്നൊരു വീട് തന്നെയാണ് കേട്ടോ. പക്ഷെ അതിലും നല്ല 2 റൂമുകളൊക്കെ ആയിട്ട് നല്ലൊരു വീട് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു വീട്. അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് കയറി പോകാൻ കണ്ടോ ഇങ്ങനെ ചെറിയ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അവിടെ ആരും താമസമില്ല കേട്ടോ. ആദ്യം താമസം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അവിടെ ആരും താമസമില്ല. പിന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ ഈ വീടിൻ്റെ സൈഡിൽ ഒരു വെള്ള കളർ ചെടി ഉണ്ട്, വെള്ള പൂവുണ്ടാവുന്ന ഒരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ വീട് കണ്ടോ, ഇവനാണ് കേട്ടോ എൻ്റെ ഏറ്റവും ഇളയ അനിയൻ. അന്ന് ഇവനുണ്ടായില്ല, പക്ഷേ ഇന്നിപ്പോൾ നമ്മളെ കൊണ്ടുവരാൻ ഇവനാണ് മൂത്തവൻ. ഞാൻ പറഞ്ഞില്ലേ പോളണ്ടിലാണ്. പിന്നെ ഈ ഒരു കിണറും കാര്യങ്ങളും സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജി തന്നെയാണ് കേട്ടോ. എൻ്റെ അച്ചാച്ചനൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്, അതുപോലെ അച്ഛൻ്റെ പെങ്ങളും ഭർത്താവും മോനും ഒക്കെ കൂടിയിട്ടൊക്കെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും എന്താ പറയുക, അന്നായാലും ഇന്നായാലും ഒരേപോലെ ഭംഗി എനിക്കിപ്പോൾ ഇത്രയും നശിച്ച് കിടക്കുകയാണെങ്കിൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു വീടിനൊരു ഭംഗിയും ഒരു സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. ഈ ഒരു വഴിയൊക്കെ കണ്ടോ, ഈ ഒരു വഴിയിൽ കൂടെയൊക്കെ അപ്പുറത്തേക്ക് പോയിട്ട് വേണം ഞങ്ങളുടെ ഒരു പ്രതിഭ എന്ന് പറഞ്ഞിട്ടൊരു ആൻറ്റിക്ക് ഉണ്ട്. അവരൊക്കെ എനിക്ക് ഇങ്ങനെ എന്താ പറയുക ചെറുപ്പത്തിലുള്ള ഓർമ്മയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ കളിക്കാനൊക്കെ ഞാൻ പോകുമായിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന് ചുറ്റും റബ്ബർ മരങ്ങളാണ്. അപ്പോൾ ഈ ഒരു റബ്ബർ മരത്തിന് മറ്റേ എന്താ പറയുക പാവാട ഒട്ടിക്കുന്ന സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് പുറത്തിറങ്ങാനായിട്ട്. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റബ്ബർ മരത്തിന് പാവാട ഒട്ടിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടിപ്പെടുത്തുന്നൊരു സാധനം വന്നിരിക്കുന്നൊരു ഫീലാണ്. അതൊക്കെ എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ.
പിന്നെ ഞങ്ങൾ താമസിക്കുമ്പോൾ ഈ കയറുവാനുള്ള ചാരുപടി പോലത്തെ അങ്ങനത്തെ ഇതൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് സ്റ്റെപ്പൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛനൊക്കെ കണ്ട എൻ്റെ അച്ഛനും ഒക്കെ വന്ന് ഇങ്ങനെ എന്താ പറയുക, എല്ലാവർക്കും നൊസ്റ്റാൾജി തന്നെയാണ്. നമുക്ക് കുറച്ച് നേരമാണ് ഞങ്ങൾ അവിടെ നിന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊതുകടിയായിരുന്നു. കൊതുക് എന്ന് പറഞ്ഞ ഒരു തരത്തിൽ നമുക്ക് രക്ഷയില്ല. അതുപോലെ കൊച്ചിൻ്റെ തലയിൽ വരെ കൊതുക് കടിക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങി ആ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് ഓപ്പോസിറ്റായിട്ട് നല്ലൊരു തോടൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം ആ തോടൊക്കെ കാട് വന്ന് ആകെ ഇതായി പോയിട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ദേ റിട്ടേൺ പോരുവാണ്. തിരിച്ച് പോരുമ്പോഴും ഈ പറഞ്ഞ പോലെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്നതൊന്നും അല്ല, അത്ര മനോഹരമാണ്. എത്ര എനിക്കത് വർണ്ണിച്ചാലും മതിയാവില്ല. അതുപോലെ നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഇതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ എൻ്റെ ആങ്ങളേനെ ഞാൻ വിളിക്കുകയാണ്, ഞാനല്ല അമ്മയാണ് വിളിക്കുന്നത്. അപ്പോൾ അവനോട് വിളിച്ച് ഞങ്ങൾ പോയ കാര്യമൊക്കെ പറയണം. അപ്പോൾ അവൻ ചോദിക്കാൻ കേട്ടോ, അപ്പം എന്നെ എന്ത് വീഡിയോ കോൾ ചെയ്യാഞ്ഞേ എന്നൊക്കെ ചോദിച്ച് അതിനിടയ്ക്ക് അവൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ വളരെ എന്താ പറയുക, മനസ്സിന് അത്രയധികം സന്തോഷം നൽകിയൊരു ദിവസം എന്ന് തന്നെ പറയാം. കാരണം ഒരിക്കലും നമ്മളൊട്ടും പ്ലാൻ ചെയ്യാണ്ട് വന്നൊരു യാത്രയാണ് കേട്ടോ ഈ യാത്ര. പ്ലാൻ ചെയ്യാണ്ട് നമ്മളൊരാവശ്യത്തിന് വേണ്ടി വരെയും പിന്നെ നമ്മളത് അങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് പോവുക. അതായത് എന്താ പറയുക, നമ്മുടെ കുഞ്ഞുനാളിൽ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സ്ഥലവും ഒക്കെ നമ്മൾ ഇത്രയും വലുതായതിന് ശേഷം പോയി കാണാം. പിന്നെ എനിക്ക് ആകെ ഒരു വിഷമം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച നമ്മുടെ മനസ്സിലുള്ള കുറച്ച് ആളുകൾ അവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് അധികം ആളുകളുണ്ട് അവിടെ. പക്ഷെ അവരെ ആരെയും കാണാൻ പറ്റിയില്ല. അതൊരു മനസ്സിനൊരു ഇതുപോലെ തോന്നിയായിരുന്നു. കാരണം ഇപ്പം നമ്മളൊറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് പോലെ. പക്ഷെ ഇതിപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ്റെയൊക്കെ ഇഷ്ടങ്ങളോ ആഗ്രഹം അല്ലെങ്കിൽ അച്ഛൻ്റെയൊക്കെ ഒരു വാക്ക് നമ്മൾ കേൾക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരെ കാണാനൊന്നും പറ്റിയില്ല. അച്ഛൻ പറഞ്ഞു നമുക്ക് പിന്നെ കൊച്ചിനെയും കൊണ്ട് വന്നതല്ലേ, അപ്പം നമുക്ക് വേഗം പോവാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കാണാനൊന്നും പറ്റിയില്ല. പക്ഷേ സത്യം പറഞ്ഞ ആളുകളെ കാണണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ സാധിക്കുമായിരിക്കാം, ഇനിയും സമയം കിടക്കുന്നുണ്ടല്ലോ, അങ്ങനെ വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്നെ ഞാനാക്കിയ അല്ലെങ്കിൽ എന്നീ കാണുന്നതെല്ലാം നമുക്ക് നൽകിയത് എൻ്റെ അമ്മയുടെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ എന്താ പറയുക, ഇപ്പോൾ ബാക്കി ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങൾ ഞാൻ വഴിയെ വീഡിയോസിലായാലും അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചും എൻ്റെ വീടും അല്ലെങ്കിൽ എൻ്റെ എല്ലാ ചുറ്റുപാടിനെ പറ്റി ഞാൻ ഇനി എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറച്ച് പേരൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടാവായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇനി ആയാലും ഇങ്ങനത്തെ ഓരോ യാത്രകൾ പോകുന്നതിനെ സംബന്ധിച്ചായാലും അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ചെറിയ ചെറിയ മൊമെൻറ്റിനെ പറ്റി ആയാലും എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞ് കൂടുതൽ വെച്ച് നീട്ടുന്നില്ല. ബാക്കി വരുന്ന വീഡിയോസിൽ അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ അത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ.